ഏതൊരു അമലിനും ആവേശത്തിന്റെ ഒരു കാലമുണ്ട്. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്ന കാലം, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം, ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം. പിന്നെ ഇതൊക്കെ നിന്നില്ലയോ? കുറഞ്ഞു പോയില്ലേ? മടുപ്പ് വന്നില്ലേ? നമ്മൾ മാറ്റിവെച്ചില്ലയോ? വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ? നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇബാദത്തിന്റെ വഴി അവിടെ നിന്നുപോയില്ലേ? പുണ്യനബി ഞങ്ങൾ പറയുകയാണ്, ഏതൊരു ഇബാദത്തിനും ഒരാവേശത്തിന്റെ കാലമുണ്ട്, ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും. വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും. ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എൻ്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിദായത്തുൽ തന്നെയാണ്. ആവേശം നിലനിർത്തിക്കൊണ്ടുപോകുന്നതൊരു പ്രശ്നമാണ്. കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ സന്മാർഗദർശനം മാതാപിതാക്കളിലൂടെ, ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എനിക്ക് എൻ്റെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ എന്നെ സഹായിക്കണമേ.